എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ഹിഡൻ ഒരു പ്ലേസിലോട്ടാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് എവിടെയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചന്തവിള സൈനിക് സ്കൂൾ റോഡ് വഴിയാണ്. ഇത് നേരെ ചെന്ന് പോത്തൻകോടാണ് എത്തുന്നത്. പോത്തൻകോടിൽ നിന്ന് നമ്മൾ നേരെ കന്യാകുളങ്ങര പോണ റോഡാണ് കയറേണ്ടത്. ഇപ്പോൾ നമ്മൾ കന്യാകുളങ്ങര എത്താറായി. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ് പോകുന്നത്. റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. നമ്മൾ സ്ട്രൈറ്റ് കിടക്കുന്ന ആ പള്ളിയുടെ ആ റോഡ് വഴി പോയി അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ വഴി നേരെ പോവുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എളുപ്പം എത്താനുള്ള ഒരു ഷോർട്ട് കട്ടുണ്ട്. അതിനെ അവിടെ എത്തിയിട്ട് എവിടെയാണെന്ന് പറയാം. അപ്പം നമ്മൾ ആ ഹിഡൻ പ്ലേസിലോട്ട് എത്താനുള്ള ആ ഷോർട്ട് കട്ട് റോഡ് എത്താറായി. ആ സ്ഥലത്തിൻ്റെ പേര് തേക്കട എന്നാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോവുക. അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇതുണ്ട്. അത് നേരെ കയറിപ്പോയി ഒരു വളവുണ്ട്. ആ റോഡ് നേരെ അങ്ങ് പോവുക. നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പോണ വഴിയിൽ നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് ഈ പോണ വഴിയിൽ വെസ്റ്റേൺ ഗാർഡ്സൊക്കെ കാണാം. നമ്മളിപ്പോൾ പോകുന്ന വഴി ഇതുവരെ നല്ല റോഡാണ്. ഇനി അല്പം മോശമായിട്ടുള്ള റോഡാണ് വരുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോവുക. ഓക്കെ. നമ്മളിപ്പോൾ ചീരാണിക്കര എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡ് പോവുക. ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഒരു ഗവൺമെൻറ് LPS സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ആ റോഡ് വഴി നമ്മൾ നേരെ പോവുക. മനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ളത്. നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീൽ ഇപ്പോൾ നമുക്ക് കിട്ടും.
അടുത്ത ഒരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് അരിശമ്മൂട് എന്നാണ്. അവിടെ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് കിടക്കുന്ന റോഡ് പോവാം. അവിടെ നിന്ന് റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട്, ആ വഴിയല്ല, നമ്മൾ സ്ട്രൈറ്റ് കിടക്കുന്ന ആ റോഡ് വഴി നേരെ പോവുക. നമ്മളിപ്പോൾ അടുത്ത ജംഗ്ഷൻ എത്താറായി. ആ സ്ഥലത്തിൻ്റെ പേര് മൂന്നാനാംകുഴി എന്നാണ്. അവിടെ നിന്ന് നേരെ കിടക്കുന്ന റോഡ് പോവുക. റൈറ്റിലോട്ടും ഉണ്ട് ലെഫ്റ്റിലോട്ടും ഉണ്ട് വഴി. നമ്മൾ നേരെ കിടക്കുന്ന റോഡ് പോവുക. ഈ റോഡ് കയറുമ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളുണ്ട്. നമ്മളിനി ഈ വളവ് തിരിയുമ്പോൾ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാം. നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുക. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ നേരെ വന്ന് ഒരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ ഒരു റോഡിലോട്ട് കട്ട് ചെയ്തെത്തും. അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്ത് സ്ട്രെയിറ്റ് നേരെ പോവുക. അതായത് പനവൂർ പോകുന്ന റൂട്ടാണിത്. ഇവിടെ നിന്ന് അധിക ദൂരമില്ല പനവൂരെത്താൻ. നമ്മളിപ്പോൾ പനവൂർ ജംഗ്ഷൻ എത്താറായി ഏകദേശം. ഇപ്പോൾ നമ്മൾ പനവൂർ ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്തൊരു ലെഫ്റ്റ് എടുക്കുക. ഇന്ത്യ ഐറ്റം കണ്ടില്ല, ആ റോഡ് നമ്മൾ നേരെ പോവുക. ഈ റോഡ് നേരെ എത്തുന്നത് ആറ്റുംപുറമാണ്. നമ്മൾ ഈ ഒരു 3 മുക്കുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് എടുക്കേണ്ടത്. ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ആറ്റുംപുറം. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഈ റോഡ് സ്ട്രെയിറ്റ് പോവുക. പോണ വഴിക്ക് ഒരു നല്ലൊരു കാഴ്ച ഉണ്ട് ഗൈസ്. കണ്ടോ, കുരങ്ങന്മാരൊക്കെ അവിടെ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആറ്റുംപുറം എത്താറായി. കണ്ട ഗൈസ്, നല്ല കാഴ്ചകളാണ് ഇവിടെയൊക്കെ. ഇവിടെയാണ് ആറ്റുംപുറം പാലം എന്ന് പറയുന്നത്. നമ്മൾ ഈ വഴി പോവുക. നമ്മൾ പോണ വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. ഇനി നമ്മൾ ചെല്ലുന്നത് പൂവക്കാട് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ്.
ഇവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്ത് റൈറ്റിലോട്ട് പോവുക. നേരെയല്ല, റൈറ്റിലോട്ട് നമ്മൾ പോവുക. ഈ വഴിയും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ഇവിടെ ഒരു സ്പോട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം പോണ വഴിക്ക്. ഞാൻ പറഞ്ഞൊരു സ്പോട്ട് ഇവിടെയാണ്, പാളയം എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റാണ് പോകേണ്ടത്. കണ്ടോ, ഇവിടെ അക്കേഷ്യ മരങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ മുറിച്ചൊക്കെ ഇട്ടേക്കാണ്. നല്ല കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് നേരം നിന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ നേരെ ഹിഡൻ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളവിടെ നിന്നില്ല, നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. ആ റോഡ് നമ്മൾ സ്ട്രൈറ്റ് തന്നെ പോയി നേരെ വരുമ്പോൾ അവിടെ ഒരു വിളക്കുണ്ട്. ഈ വിളക്ക് കണ്ടോ, ഈ വിളക്ക് തന്നെ ലെഫ്റ്റ് എടുത്ത് പോവുക. ഇവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ റോഡാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ റോഡ് നേരെ പോവുക. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. ആ കാറ് പോയ വഴിയല്ല, നേരെയാണ് പോകേണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം ഹിഡൻ സ്പോട്ടിലോട്ട് എത്താറായി. അപ്പോൾ നമ്മൾ ആ ഹിഡൻ സ്പോട്ടിലോട്ട് എത്തി. ഇതാണ് ചെല്ലഞ്ചി പാലം എന്ന് പറയുന്ന ഈ റൈറ്റ് കിടക്കുന്ന വഴിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. നമ്മളിപ്പോൾ ചെല്ലഞ്ചി പാലം എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കാണുക. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു റൈറ്റിലോട്ട് വഴി, ആ വഴി നേരെ ഈ ആറിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാം. കുളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കുളിക്കുക. ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കി ഇറങ്ങുക. ഇപ്പോൾ കുറേ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇറങ്ങുക. നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടത്. നമ്മൾ ഹിഡൻ സ്പോട്ട് ഇൻ ട്രിവാൻഡ്രം അപ്പം ചെല്ലഞ്ചി പാലമാണ്. അപ്പം ഇനി അടുത്ത ഫുഡ് വീഡിയോയും ട്രാവൽ വീഡിയോസായി നിങ്ങൾ കാത്തിരിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.